So dear students, today we will revise Python MySQL connectivity. So I am doing the whole program. എല്ലാ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. നമ്മളിപ്പോൾ പൈത്തണിൽ നിന്ന് MySQLിലേക്ക് കണക്ടിവിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ട് ഒരു ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യും. എവറിത്തിങ് ഈസ് ഹാപ്പനിങ് ത്രൂ പൈത്തൺ. സാധാരണ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് MySQLിലേക്ക് ലോഗിൻ ചെയ്ത ശേഷം ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്തു, യൂസ് ചെയ്തു, ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്തു. പിന്നെ ആ ടേബിളിൻ്റെ ഇൻഫർമേഷൻ ബേസ് ചെയ്ത് ഒരുപാട് DDL കമാൻഡ്സും അല്ലെ ഇൻഫർമേഷൻ മാത്രമല്ല സ്ട്രക്ചറിനെ ബേസ് ചെയ്ത് ഒരുപാട് DDL കമാൻഡ്സ്, DML കമാൻഡ്സ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നതൊക്കെ സെപ്പറേറ്റ്ലി നമ്മൾ പഠിച്ചിരുന്നു. പക്ഷേ ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം നമ്മൾ ഈ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും MySQLിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും MySQL തൊടാതെ തന്നെ പൈത്തണിൽ നിന്ന് MySQLിലേക്ക് കണക്ടിവിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും. That's what is called as establishing connectivity between Python and MySQL. അതിനുവേണ്ടി ആദ്യം നമ്മൾ മെയിൻ ബ്ലോക്കിലേക്ക് കയറുമ്പോൾ മെയിൻ ബ്ലോക്ക് ആദ്യം നമുക്ക് ഫ്രെയിം ചെയ്യാം. മെയിൻ ബ്ലോക്കിൻ്റെ ഉള്ളിൽ ആക്ച്വലി ഈ പൈത്തൺ MySQL കണക്ടിവിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ നമുക്കൊരു മോഡ്യൂൾ വേണം. ആ മോഡ്യൂളിൻ്റെ പേരാണ് mysql.connector. ഓക്കെ, ഈ പെർട്ടിക്കുലർ മോഡ്യൂളിൻ്റെ ഉള്ളിൽ ഒരുപാട് ഫങ്ഷൻസ് ഉണ്ടാവും. ഈ ഫങ്ഷൻസിൻ്റെ വഴിയാണ് നമ്മൾ പൈത്തണിൽ നിന്ന് തന്നെ എല്ലാ കാര്യങ്ങളും പൈത്തണിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് MySQLിലേക്ക് ലോഗിൻ ചെയ്യാം. കണക്ടിവിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ആസ് യൂഷ്വൽ ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാം, യൂസ് ചെയ്യാം. ആ ഡേറ്റാബേസിൻ്റെ ഉള്ളിലേക്ക് കയറി പല ടേബിളിലേക്ക് ഇൻസേർട്ട് ചെയ്യാം ഇൻഫർമേഷനും. അങ്ങനെ എല്ലാ തരത്തിലുള്ള കമാൻഡ്സ് പൈത്തണിൽ നിന്ന് തന്നെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി എല്ലാ ഫീച്ചേഴ്സ്, എല്ലാ ഫങ്ഷൻസ് ഓഫർ ചെയ്യുന്ന ഒരു മോഡ്യൂളാണ് mysql.connector. ഓക്കെ, അതിന് ഷോർട്ട് കട്ട് റിഫറൻസ് നെയിമാണ് MS എന്ന് പറയുന്നത്. സോ ആഫ്റ്റർ ദാറ്റ് ലെറ്റ് മീ ഗോ ടു ദ മെയിൻ ബ്ലോക്ക്. മെയിൻ ബ്ലോക്കിൽ നിന്നാണ് നമ്മുടെ പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ തുടങ്ങേണ്ടത്. ദാറ്റ്സ് വൈ ഇറ്റ്സ് എ റെഡിമെയ്ഡ് കോഡ്. ഇത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ച് ചെയ്യുമ്പോൾ ഒരുപാട് സമയം ടൈപ്പ് ചെയ്ത് വരുമ്പോൾ പിടിക്കാൻ ചാൻസ് ഉള്ളത് കൊണ്ട് നമുക്ക് ആൾറെഡി ചെയ്ത കോഡ് തന്നെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരുമ്പോൾ വീഡിയോ പെട്ടെന്ന് തീരും. ആദ്യം മെയിൻ ബ്ലോക്കിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? വാട്ട് ഈസ് ദിസ് MS ഈസ് എ ഷോർട്ട് കട്ട് നെയിം ഫോർ mysql.connector മോഡ്യൂൾ. അതിൻ്റെ ഉള്ളിലുള്ള ആദ്യത്തെ ഫംഗ്ഷനാണ് കണക്ട് ഫംഗ്ഷൻ. ഈ കണക്ട് ഫംഗ്ഷൻ വിളിക്കുമ്പോൾ നമ്മൾ എത്ര ആർഗ്യുമെൻറ്റ്സ് ആണ് മാക്സിമം അയക്കാറ്? 4 ആർഗ്യുമെൻറ്റ്സ് ആണ്. പക്ഷേ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഞാൻ 3 ആർഗ്യുമെൻറ്റ്സ് മാത്രമേ അയക്കുന്നുള്ളൂ. ഫസ്റ്റ് ആർഗ്യുമെൻറ്റ് ഹോസ്റ്റ് ഈക്വൽ ടു ലോക്കൽ ഹോസ്റ്റ് ആസ് യൂഷ്വൽ. ഇറ്റ് ഷുഡ് ബി ദ സെയിം. ഇത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ യാതൊരു ചാൻസ് ഇല്ല. ആൻഡ് ദ സെക്കൻഡ് ആർഗ്യുമെൻറ്റ് ഹാപ്പൻസ് ടു ബി യൂസർ നെയിം. നമ്മളിപ്പോൾ MySQLിലേക്ക് നിങ്ങൾ ഏത് കമ്പ്യൂട്ടറിലും MySQL സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്താലും ഡീഫോൾട്ട് യൂസർ നെയിം വിൽ റിമെയിൻ ദ സെയിം വിച്ച് ഹാപ്പൻസ് ടു ബി ദ റൂട്ട്. പാസ്വേഡ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ സെറ്റ് ചെയ്യാം. ഈ പാസ്വേഡിൽ മാത്രമേ നമുക്ക് വേരിയേഷൻസ് വരുത്താൻ സാധിക്കും. ഞാൻ ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ എൻ്റെ പെർട്ടിക്കുലർ ലാപ്ടോപ്പിൽ ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്ന പാസ്വേഡാണ് റൂട്ട്. ആൻഡ് ദ ഫോർത്ത് ആർഗ്യുമെൻറ്റ് വാട്ട് ഈസ് നോട്ട് ഡിസ്പ്ലേഡ് ഓവർ ഹിയർ ഈസ് ഡേറ്റാബേസ് ഈക്വൽ ടു സോ ആൻഡ് സോ. ഡേറ്റാബേസ് എന്ന് പറയുന്ന ആർഗ്യുമെൻ്റാണ് ഫോർത്ത് ആർഗ്യുമെൻറ്റ്. പക്ഷേ നമ്മൾ എല്ലാം ഫസ്റ്റ് സ്റ്റെപ്പ് തൊട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് പൈത്തണിൽ നിന്ന് തന്നെ ആയതുകൊണ്ട് ഈ ഫോർത്ത് ആർഗ്യുമെൻറ്റ് തൽക്കാലത്തേക്ക് ഡേറ്റാബേസ് ഈക്വൽ ടു സോ ആൻഡ് സോ ഞാൻ അവോയ്ഡ് ചെയ്യുന്നു. അത് അവോയ്ഡ് ചെയ്യാനുള്ള കാരണം ഫ്രം ദ ഫസ്റ്റ് സ്റ്റെപ്പ് വി ആർ പ്ലാനിങ് ടു ഡു റൈറ്റ് ഫ്രം പൈത്തൺ ഇറ്റ് സെൽഫ്. അത് കഴിഞ്ഞിട്ട് ഈ റെഫറൻസസ് ഒക്കെ ഈ കണക്ട് ഫംഗ്ഷൻ ഉപയോഗിച്ചാണ് നമ്മൾ പൈത്തണിൽ നിന്ന് MySQLിലേക്ക് കണക്ടിവിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഫംഗ്ഷൻ ഓഫ് mysql.connector മോഡ്യൂൾ. അതിന് വിളിക്കുമ്പോൾ കണക്ട് ഫംഗ്ഷൻ വിളിക്കുമ്പോൾ മാക്സിമം 4 ആർഗ്യുമെൻറ്റ്സ്. വൺസ് അഗൈൻ ഐ എം റിപ്പീറ്റിംഗ് ഇൻ ദിസ് പെർട്ടിക്കുലർ കോണ്ടെക്സ്റ്റ് I have gone only for 3 arguments. അപ്പോൾ ഈ റിഫറൻസസ് ഒക്കെ കണക്ടിവിറ്റി സക്സസ്ഫുൾ ആയാൽ അല്ലെങ്കിൽ ഫെയില്യൂർ ആയാലും ആ റിഫറൻസസ് ഒക്കെ ഏത് വേരിയബിളിലേക്ക് എത്തിക്കും? കോൺ വേരിയബിളിലേക്കാണ് ഞാൻ എത്തിക്കുന്നത്. സോ ഇൻ ദ സെക്കൻഡ് ഇൻസ്ട്രക്ഷൻ ഈ കണക്ടിവിറ്റി റിഫറൻസസ് ഒക്കെ സ്റ്റോർ ചെയ്യുന്ന കോൺ വേരിയബിൾ വഴി നമ്മൾ കർസർ ഫംഗ്ഷനെയാണ് വിളിക്കുന്നത്. ആക്ച്വലി ദ പേർപ്പസ് ഓഫ് കർസർ ഫംഗ്ഷൻ ഈസ് അതൊരു ഓബ്ജക്റ്റാണ്. ഈ ഓബ്ജക്റ്റ് വഴിയാണ് നമ്മൾ എല്ലാ MySQL കമാൻഡ്സ് ഒക്കെ പൈത്തണിൽ നിന്ന് ആ ഡേറ്റാബേസിൻ്റെ മുകളിൽ പെർഫോം ചെയ്യാൻ സാധിക്കുന്നത്. സോ പൈത്തണിൽ നിന്ന് എല്ലാ MySQLിൻ്റെ അത് DDL കമാൻഡ് ആകാം, DML കമാൻഡ്സ് ആകാം, ഇതൊക്കെ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ഈ പെർട്ടിക്കുലർ കർസർ എന്ന് പറയുന്ന മീഡിയേറ്റർ ഓബ്ജക്റ്റ് ഇല്ലെങ്കിൽ നമുക്ക് പൈത്തണിൽ നിന്ന് MySQLിലേക്ക് ഒരു കമാൻഡും ഒരു DDL കമാൻഡോ DML കമാൻഡോ എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കുകയില്ല. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് സെക്കൻഡ് ഫംഗ്ഷൻ. ഈ റിഫറൻസസ് ഒക്കെ നമ്മൾ കർ വേരിയബിളിലേക്ക് എത്തിച്ചു. ഈ കർ വേരിയബിൾ വഴി എക്സിക്യൂട്ട് ഈസ് എ തേർഡ് ഫംഗ്ഷൻ ഓഫ് mysql.connector മോഡ്യൂൾ. അപ്പോൾ ബൈ ദിസ് ടൈം mysql.connector മോഡ്യൂളിൻ്റെ ഉള്ളിലുള്ള ലീനിയർലി വൺ ആഫ്റ്റർ അനദർ 3 ഫംഗ്ഷൻസ് ആണ് നമ്മൾ മനസ്സിലാക്കിയത്. ആദ്യത്തെ ഫംഗ്ഷൻ കണക്റ്റാണ്, കണക്ടിവിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ. സെക്കൻഡ് ഫംഗ്ഷൻ കർസറാണ്. നമുക്ക് ഈ കർസർ എന്ന് പറയുന്ന ഓബ്ജക്റ്റ് ഇല്ലെങ്കിൽ
പൈത്തണിൽ നിന്ന് ഒരു SQL കമാൻഡും ഡേറ്റാബേസിൻ്റെ മുകളിൽ ഓപ്പറേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കില്ല. ആ റിഫറൻസസ് ഒക്കെ കർ വേരിയബിളിലേക്ക് എത്തിച്ചു. അതുവഴി എക്സിക്യൂട്ട് ഫംഗ്ഷൻ, ഈ എക്സിക്യൂട്ട് ഫംഗ്ഷൻ തേർഡ് ഫംഗ്ഷനാണ്. ഈ ഫംഗ്ഷൻ ഉപയോഗിച്ചാണ് നമ്മൾ ഈ MySQLൻ്റെ കമാൻഡ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 2 കാറ്റഗറീസ്, DDL കമാൻഡ്സ് ആൻഡ് DML കമാൻഡ്സ്. ഈ കമാൻഡ്സ് ഒക്കെ എക്സിക്യൂട്ട് ചെയ്യുന്നത് ഫിസിക്കലി ഈ എക്സിക്യൂട്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചാണ്. അപ്പോൾ ആദ്യത്തെ ആർഗ്യുമെൻറ്റ് നമ്മൾ ഈ എക്സിക്യൂട്ട് ഫംഗ്ഷൻ ഉപയോഗിച്ച് ഏത് കമാൻഡ് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴും ദാറ്റ് കമാൻഡ് ഹാസ് ടു ബി പാസ്ഡ് ഇൻ ആ എക്സിക്യൂട്ട് ഫംഗ്ഷന് നമ്മൾ ഈ കമാൻഡ് സ്ട്രിംഗ് ഫോർമാറ്റിലാണ് പാസ് ചെയ്യേണ്ടത്. ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക, എക്സിക്യൂട്ട് ഫംഗ്ഷൻ വിളിക്കുന്ന സമയത്ത് മാക്സിമം 2 ആർഗ്യുമെൻറ്റ്സ് ആണ് നമുക്ക് പാസ് ചെയ്യാൻ സാധിക്കുക. ഫസ്റ്റ് ആർഗ്യുമെൻറ്റ് എപ്പോഴും സ്ട്രിംഗ് ഫോർമാറ്റിലാണ് കമാൻഡ് ടു ബി എക്സിക്യൂട്ടഡ് ആൻഡ് ദ സെക്കൻഡ് ആർഗ്യുമെൻറ്റ് കൻ ബി tuple of variables. ആ കാര്യങ്ങളൊക്കെ വരാൻ പോകുന്ന മേ ബി ഇൻ ദ കമ്മിങ് കോഡ് വിൽ ഡിസ്കസ് മച്ച് അബൌട്ട് ഇറ്റ് ഇൻ ഡീറ്റെയിൽ. അപ്പോൾ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്, എക്സിക്യൂട്ട് ഫംഗ്ഷൻ വിളിക്കുമ്പോൾ ഒരു ആർഗ്യുമെൻറ്റ് മാത്രമേ പാസ് ചെയ്യുന്നുള്ളൂ. അതെന്താണ്, സ്ട്രിംഗ് ഫോർമാറ്റിൽ ക്രിയേറ്റ് ഡേറ്റാബേസ് ഇഫ് നോട്ട് എക്സിസ്റ്റ്സ്. ദിസ് കീവേഡ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇഫ് നോട്ട് എക്സിസ്റ്റ്സ് എന്ന് പറയുന്ന കീവേഡ് ആ പേരിൽ ഡേറ്റാബേസ് ആൾറെഡി ഉണ്ടെങ്കിൽ ക്രിയേറ്റ് ചെയ്യില്ല, ഇല്ലെങ്കിൽ മാത്രമേ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതർവൈസ് ആൾറെഡി ഉണ്ടെങ്കിൽ എന്താവും, ഈ ക്രിയേറ്റ് ഡേറ്റാബേസ് ഫാക്ടറി റിയൽ ആ ഡേറ്റാബേസിൻ്റെ പേര് മാത്രം കൊടുത്തു ഇഫ് നോട്ട് എക്സിസ്റ്റ് എന്ന് പറയുന്ന കീവേഡ് കൊടുത്തില്ലെങ്കിൽ എന്തായി, ആൾറെഡി ബാക്ക് എൻഡിൽ ഡേറ്റാബേസ് ഉണ്ടെങ്കിൽ ഈ കമാൻഡ് ഫെയിൽ ആവും. അപ്പോൾ എറർ ജനറേറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഉണ്ടെങ്കിൽ ക്രിയേറ്റ് ചെയ്യേണ്ട, ഇല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുക എന്നാണ് ഈ കമാൻഡിൻ്റെ അർത്ഥം. അപ്പോൾ ആ റെഫറൻസസ് ഇപ്പോൾ നമ്മൾ ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്തു. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ഡേറ്റാബേസ്? വി ഹാവ് സജസ്റ്റഡ് ഫാക്ടറി റിയൽ. ആൻഡ് വാട്ട് ഈസ് ദ സെക്കൻഡ് സ്റ്റെപ്പ് ആഫ്റ്റർ ക്രിയേറ്റിംഗ് ഡേറ്റാബേസ്? യു ഹാവ് ടു യൂസ് ദ ഡേറ്റാബേസ്. ഇറ്റ്സ് ഓക്കെ, യൂസിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്തു യൂസ് ചെയ്യാതെ നമ്മളൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ ആ ക്രിയേറ്റ് ടേബിൾ കമാൻഡ് ഒരിക്കലും സക്സസ് ആവില്ല. കാരണം ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്ത ഡേറ്റാബേസ് യൂസ് ചെയ്തിട്ട് മാത്രമേ നമുക്ക് ടേബിൾ ക്രിയേറ്റ് ചെയ്യാനുള്ള പെർമിഷൻ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് വീണ്ടും എക്സിക്യൂട്ട് ഫംഗ്ഷൻ വിളിക്കുന്നു. ആ എക്സിക്യൂട്ട് ഫംഗ്ഷനെ കണ്ടോ, ഇപ്പോൾ സ്ട്രിംഗ് ആണ് ആർഗ്യുമെൻ്റ് ആയിട്ട് അയക്കേണ്ടത്. എക്സിക്യൂട്ട് ഫംഗ്ഷൻ വിളിക്കുമ്പോൾ മാക്സിമം 2 ആർഗ്യുമെൻറ്റ്സ്. ഫസ്റ്റ് ആർഗ്യുമെൻറ്റ് കമ്പൽസറിയിൽ അതൊരു കമാൻഡ് ആയിരിക്കണം. ദാറ്റ് ഷുഡ് ബി ഇൻ സ്ട്രിംഗ് ഫോർമാറ്റ്. എന്തുകൊണ്ട് സ്ട്രിംഗ് ഫോർമാറ്റിലുള്ള ഈ കമാൻഡ് നമ്മൾ 3 ഡബിൾ കോട്ട്സ് കൊണ്ടോ അല്ലെങ്കിൽ 3 സിംഗിൾ കോട്ട്സ് കൊണ്ട് എൻക്ലോസ് ചെയ്യാനുള്ള കാരണം, ബിക്കോസ് ഇതൊരു വലിയ ലെന്തി കമാൻഡ് ആയതുകൊണ്ട് നമ്മൾ മൾട്ടിപ്പിൾ ലൈൻസിലേക്ക് കമാൻഡ് ബ്രേക്ക് ചെയ്യേണ്ടി വരുന്നത് കൊണ്ട് ഞാൻ ആ കമാൻഡ് ഇൻസ്റ്റെഡ് ഓഫ് എൻക്ലോസിങ് ദാറ്റ് ഇൻ സിംഗിൾ കോട്ട്സ് സിംഗിൾ കോട്ട്സ് അല്ലെങ്കിൽ സിംഗിൾ ഡബിൾ കോട്ട്സിൽ എൻക്ലോസ് ചെയ്യാതെ ഞാൻ 3 സിംഗിൾ കോട്ട്സ് അല്ലെങ്കിൽ 3 ഡബിൾ കോട്ട്സിൽ ലെന്തി കമാൻഡ് വിച്ച് ഐ ആം പ്ലാനിങ് ടു സ്പ്ലിറ്റ് ഇൻ ടു മൾട്ടിപ്പിൾ ലൈൻസ്. ആ പെർട്ടിക്കുലർ ലെന്തി കമാൻഡ് നമ്മൾ 3 ഡബിൾ കോട്ട്സ് അല്ലെങ്കിൽ 3 സിംഗിൾ കോട്ട്സിലാണ് എൻക്ലോസ് ചെയ്യേണ്ടത്. സോ ആ കമാൻഡ് എന്താണ്, ടേബിൾ ക്രിയേറ്റ് ചെയ്യാനുള്ള കമാൻഡ്. ആസ് യൂഷ്വൽ ഇല്ലെങ്കിൽ മാത്രമേ ക്രിയേറ്റ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഇഫ് നോട്ട് എക്സിസ്റ്റ്സ് എന്ന് പറയുന്ന കീവേഡ് ഉപയോഗിച്ച് ടേബിൾ നെയിം സജസ്റ്റ് ചെയ്യുന്നു. എംപ്ലോയി ആണ്, അതിൻ്റെ ഫസ്റ്റ് ഫീൽഡ് എംപ്ലോയി ഐ ഡി ഇൻറ്റിജർ. അതിൻ്റെ മുകളിൽ ഞാനൊരു കൺസ്ട്രെയിൻറ്റ് അപ്ലൈ ചെയ്യുന്നു, പ്രൈമറി കീ കൺസ്ട്രെയിൻറ്റ്. സെക്കൻഡ് കോളം ഹാപ്പൻസ് ടു ബി നെയിം, വേർ കെയർ ഓഫ് 30 is its data type, and third column happens to be department, where care of 30 size ആണ്, designation where care of 30, salary decimal 10,2. ആൻഡ് സാലറി വേണമെങ്കിൽ നമുക്ക് ഡെസിമൽ ഡേറ്റ ടൈപ്പിന് പകരം നമുക്ക് വേറെ ഒരു സെക്കൻഡറി ഡേറ്റ ടൈപ്പ് ഉണ്ട്, വേറെ ഒരു ഡേറ്റ ടൈപ്പ് അവൈലബിൾ ആണ്. അത് ഫ്ലോട്ടാണ്. പക്ഷേ മിക്കവാറും നമ്മൾ ഈ ഡെസിമൽ വാല്യൂസ് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻ കോമൺ ഡെസിമൽ ഡേറ്റ ടൈപ്പാണ്. ആൻഡ് ദ ലാസ്റ്റ് കോളം ഓഫ് ദ ടേബിൾ ഹാപ്പൻസ് ടു ബി ഡേറ്റ് ഓഫ് ബർത്ത് വിച്ച് ബിലോങ്സ് ടു ഡേറ്റ ടൈപ്പ്. പിന്നെ ആ ലിസ്റ്റ് ഓഫ് ഫീൽഡ്സ് ഒക്കെ നമ്മൾ പാരാന്തസിസിൻ്റെ ഉള്ളിലാണ് ഡിഫൈൻ ചെയ്ത് വെക്കേണ്ടത്. പിന്നെ ആ കമാൻഡ് ക്ലോസ് ചെയ്യേണ്ടത് 3 ഡബിൾ കോട്ട്സ് കൊണ്ട്. ബിക്കോസ് എക്സിക്യൂട്ട് ഫംഗ്ഷൻ വിളിക്കുന്ന സമയത്ത് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കമാൻഡ് ലെന്തി ആണെങ്കിൽ ഒറ്റ ലൈനിൽ ടൈപ്പ് ചെയ്യുന്നത് മണ്ടത്തരമായതുകൊണ്ട് ആ ഒരു ലൈനിൽ ടൈപ്പ് ചെയ്യുന്ന ലെന്തി കമാൻഡ് നമ്മൾ മൾട്ടിപ്പിൾ ലൈൻസിലേക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ കമാൻഡ് 3 ഡബിൾ കോട്ട്സ് അല്ലെങ്കിൽ 3 സിംഗിൾ കോട്ട്സിൽ എൻക്ലോസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് കോൾഡ് എസ് ഡോക് സ്ട്രിംഗ്. അപ്പോൾ ഈ ലെന്തി കമാൻഡ് നമുക്ക് വേണമെങ്കിൽ ഡോക് സ്ട്രിംഗ് എന്ന് പറയുന്ന ടെക്നിക്കൽ നെയിമായിട്ട് വിളിക്കാം. ദെൻ ഈ പാരാന്തസിസ് ആരുടെ ക്ലോസിംഗ് പാരാന്തസിസ് ആണ്? എക്സിക്യൂട്ട് ഫംഗ്ഷൻ്റെ ക്ലോസിംഗ് പാരാന്തസിസ്. സോ ബൈ ദിസ് ടൈം നമ്മൾ ഈ 5-6 ലൈൻസിൻ്റെ കോഡ് എക്സിക്യൂട്ട് ചെയ്ത സമയത്തേക്ക് എന്തൊക്കെ സംഭവിച്ചു? ഇതാ ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്തു, ഡേറ്റാബേസ് യൂസ് ചെയ്തു, ദെൻ ടേബിൾ ക്രിയേറ്റ് ചെയ്തു. ഇറ്റ്സ് ഓക്കെ. നൗ വിൽ മൂവ് ഫർദർ. അത് കഴിഞ്ഞിട്ട് എന്താണ്, CH എന്ന് പറയുന്ന വേരിയബിളിന് y കൊണ്ട് ഇനീഷ്യലൈസ് ചെയ്യുന്നു. പിന്നെ വൈൽ ലൂപ്പാണ് ഞാനിപ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത്. ബിക്കോസ് ഇറ്റ്സ് എ മെന്യൂ ഡ്രിവൻ പ്രോഗ്രാമാണ്. വാൻഡ് എന്ന് പറയുന്നത് വരെ മെനു ആവർത്തിച്ച് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി വൈൽ ലൂപ്പിൻ്റെ കണ്ടീഷൻ എന്താണ് സെറ്റ് ചെയ്യുന്നത്? CH വേരിയബിളിൻ്റെ ഉള്ളിൽ y എന്ന് പറയുന്ന സ്ട്രിംഗ് വാല്യൂ ഉള്ളത് വരെ
അതിന് വേണ്ടിയിട്ടാണ് തുടക്കത്തിൽ തന്നെ CH വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ നമ്മൾ കണ്ടീഷൻ തെറ്റാതിരിക്കാൻ വേണ്ടി y എന്ന് പറയുന്ന സ്ട്രിങ് കൊണ്ട് ഇനീഷ്യലൈസ് ചെയ്തത്. സോ ഇവിടെ കണ്ടീഷൻ സക്സസ് ആയതുകൊണ്ട് ഇൻ്റർപ്രറ്റർ വൈലിൻ്റെ ബോഡി എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി വൈൽ ലൂപ്പിൻ്റെ ഉള്ളിലേക്ക് കയറി വരും. സോ വൈൽ ലൂപ്പിൻ്റെ ബോഡിയായിട്ട് ഫസ്റ്റ് ഇനീഷ്യൽ ഇൻസ്ട്രക്ഷൻസ് എന്തായിരിക്കണം? മെനു കാണിക്കേണ്ടേ, മെനുവിലുള്ള ഐറ്റംസൊക്കെ ഓപ്ഷൻസൊക്കെ കാണിക്കേണ്ടേ. സോ ഇത് എൻ്റെ മെനുവിൽ 4 ഓപ്ഷൻസ് ആണ് ഞാൻ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. 1 പ്രസ് ചെയ്താൽ യു ക്യാൻ കീപ്പ് ഓൺ ആഡിങ് n number of rows. I mean you can keep on inserting n number of rows one after another into the table. Just above you have created a table. Right now the table is empty. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ പ്രസ് ചെയ്യുമ്പോൾ എന്താവും? നമുക്ക് n number of rows one after another ആ empty ടേബിളിലേക്ക് ഇൻസർട്ട് ചെയ്യാൻ സാധിക്കും by using insert DML command. It's okay. 2 പ്രസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാൻ സാധിക്കും? സെർച്ച് റെക്കോർഡ്സ്. യു ക്യാൻ സെർച്ച്. നമ്മൾ ടേബിളിലേക്ക് ഒരുപാട് റോസ് ഓഫ് ഇൻഫർമേഷൻ ഇൻസർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ടേബിളിൽ ഇപ്പോൾ ഇൻഫർമേഷൻ നിറഞ്ഞു. ടേബിളിൻ്റെ ഉള്ളിൽ നമുക്ക് 20 or 30 റോസ് ഓഫ് ഇൻഫർമേഷൻ. ഇറ്റ്സ് അപ് ടു യു. അത്ര n number of റോസ് ഇൻസർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ആ ടേബിളിൻ്റെ ഉള്ളിലുള്ള ഇൻഫർമേഷനെ ബേസ്ഡ് അപ്പോൺ എ പെർട്ടിക്കുലർ ക്രൈറ്റീരിയ സെർച്ച് ചെയ്യണമെങ്കിൽ സെക്കൻഡ് ഓപ്ഷനാണ്. ഓക്കെ, പ്രസ് ചെയ്യേണ്ടത്. ഇഫ് യു പ്രസ് ടു സെർച്ച് ചെയ്യാൻ സാധിക്കും. ടേബിളിൻ്റെ ഉള്ളിലുള്ള എല്ലാ റോസും ഔട്ട്പുട്ടായിട്ട് കാണിക്കാതെ ഞാൻ പറയുന്ന ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന റോസ് മാത്രമേ ഫിൽട്ടർ ചെയ്ത് സെർച്ച് ചെയ്ത് ഔട്ട്പുട്ടായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള സെക്കൻഡ് ഓപ്ഷൻ. തേർഡ് ഓപ്ഷൻ എന്ത് ചെയ്യും? ആ ടേബിളിൻ്റെ ഉള്ളിലുള്ള എല്ലാ റോസും അപ്ഡേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഞാനൊരു കണ്ടീഷൻ പറയും, ആ കണ്ടീഷനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന റോസ് മാത്രമേ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ ഓക്കെ അപ്ഡേറ്റ് ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ വേണ്ടി തേർഡ് കീ പ്രസ് ചെയ്യുക. ഫോർത്ത് ഓപ്ഷൻ പ്രസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? യു ക്യാൻ ഡിലീറ്റ് ഓൾ ദ റെക്കോർഡ്സ് ഓഫ് ദി ടേബിൾ ഓർ എൽസ് കണ്ടീഷൻ ബേസ് ചെയ്ത് ഒരു കണ്ടീഷനെ ബേസ് ചെയ്തുകൊണ്ട് ടേബിളിൻ്റെ ഉള്ളിലുള്ള ഈ കണ്ടീഷൻ മാത്രം സാറ്റിസ്ഫൈ ചെയ്യുന്ന റോസ് മാത്രം ഐഡൻറ്റിഫൈ ചെയ്ത് ആ റോസ് മാത്രം ടേബിളിൽ നിന്ന് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫോർത്ത് ഓപ്ഷൻ. ഇതാ യൂസറിൽ നിന്ന് എൻ്റർ യുവർ ചോയ്സ് എന്ന് ചോദിക്കുന്നു. അപ്പോൾ യൂസർ എന്താണെങ്കിലും ഫസ്റ്റ് ടൈം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് 2, 3, 4 ഓപ്ഷൻസ് ഒരിക്കലും എക്സിക്യൂട്ട് ചെയ്യാൻ പാടില്ല. കാരണം ടേബിൾ എംപ്റ്റി ആണ് റൈറ്റ് നൗ. ആ എംപ്റ്റി ടേബിളിലേക്ക് ഇൻഫർമേഷന് n number of rows of information one after another ഇൻസർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് സെർച്ച് അപ്ഡേറ്റ് ഡിലീറ്റ് എക്സിക്യൂട്ട് ആവുള്ളൂ. അപ്പം ഇഫ് യു പ്രസ് 1 or else 2, 3, 4 എന്തെങ്കിലും ഒരു വാല്യൂ പ്രസ് ചെയ്യുമല്ലോ. ആ വാല്യൂ നമ്മൾ ഏത് വേരിയബിളിലേക്ക് ക്യാപ്ചർ ചെയ്യുന്നു? ചോയ്സ് വേരിയബിളിലേക്ക് ക്യാപ്ചർ ചെയ്യുന്നു. ചോയ്സിൻ്റെ ഉള്ളിൽ 1 ആണെങ്കിൽ ആഡ് റെക്കോർഡ്സ് എന്ന് പറയുന്ന യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ വിളിക്കുന്നു. അപ്പോൾ ആഡ് റെക്കോർഡ്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ബോഡി ഈ മെയിൻ ബ്ലോക്കിൻ്റെ തൊട്ട് മുകളിൽ ഞാൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവാം. അതിൻ്റെ ബോഡി എക്സിക്യൂട്ട് ആവും കേട്ടോ. അല്ലെങ്കിൽ ചോയ്സ് വേരിയബിളിൻ്റെ ഉള്ളിൽ 2 ആണെങ്കിൽ ഈ ഫംഗ്ഷൻ്റെ ബോഡി എക്സിക്യൂട്ട് ആവും. ചോയ്സ് വേരിയബിൾ നമ്പർ ഓപ്ഷൻ 3 ആണെങ്കിൽ അപ്ഡേറ്റ് റെക്കോർഡ്സ് എന്ന് പറയുന്ന യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ വിളിക്കുന്നത് കൊണ്ട് അതിൻ്റെ ബോഡി എക്സിക്യൂട്ട് ആവും. ചോയ്സ് 4 ആണെങ്കിൽ ഈ പെർട്ടിക്കുലർ ഫംഗ്ഷൻ്റെ ബോഡി വിളിക്കുന്നത് കൊണ്ട് ആ പെർട്ടിക്കുലർ ഫംഗ്ഷൻ മാച്ച് ആവുന്ന ഫംഗ്ഷൻ്റെ ബോഡി എക്സിക്യൂട്ട് ആവും. Then the last instruction of the while loop എന്താണ്? Do you wish to continue എന്ന് ചോദിക്കുന്നു. y പ്രസ് ചെയ്താൽ വീണ്ടും CH വേരിയബിളിലേക്ക് എന്തുണ്ടാവും? y തന്നെ നമ്മൾ ഓവർ റൈഡ് ചെയ്യുന്നു കറണ്ട് വാല്യൂവിനെ. അപ്പോൾ വീണ്ടും മുകളിലേക്ക് വരുമ്പോൾ CH വേരിയബിളിൻ്റെ ഉള്ളിൽ y തന്നെ ഉള്ളത് കൊണ്ട് കണ്ടീഷൻ സക്സസ് ആയതുകൊണ്ട് once again this while loop gets iterated ലൂപ്പ് ആവും. അപ്പോൾ once again you can repeat for the second time, third time till you press n. y അല്ലാതെ വേറെ ഏത് ക്യാരക്ടർ സ്ട്രിങ് നമ്മൾ പ്രസ് ചെയ്താലും അപ്പോൾ തന്നെ ഈ വൈൽ ലൂപ്പ് എന്താവും? ടെർമിനേറ്റ് ആവും. ഇറ്റ്സ് ഓക്കെ. ആൻഡ് ദ ലാസ്റ്റ് ഇൻസ്ട്രക്ഷൻ ഓഫ് ദി മെയിൻ ബ്ലോക്ക് എന്താണ്? നമ്മുടെ പ്രോഗ്രാം അവസാനം ടെർമിനേറ്റ് ആവുന്നതും തൊട്ട് മുൻപ് നമ്മൾ തൊട്ട് മുകളിൽ ഈ കണക്ട് ഫംഗ്ഷൻ അല്ലേ, ആദ്യത്തെ ഫംഗ്ഷൻ mysql.connector മോഡ്യൂളിൻ്റെ ഉള്ളിലുള്ള കണക്ട് ഫംഗ്ഷൻ ഉപയോഗിച്ചാണ് പൈത്തണിൽ നിന്ന് mysqlലേക്ക് കണക്ടിവിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഓർമ്മയുണ്ടല്ലോ, ഈ കണക്ട് ഫംഗ്ഷന് മാക്സിമം 4 ആർഗ്യുമെൻറ്റ്സ് ആണ് നമുക്ക് അയക്കാൻ സാധിക്കുക. പക്ഷേ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ എല്ലാം പൈത്തണിൽ നിന്ന് തന്നെ ചെയ്യുന്നത് കൊണ്ട് മാക്സിമം 3 ആർഗ്യുമെൻറ്റ്സ് മാത്രമേ അയച്ച കണക്ട് ഫംഗ്ഷൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവാം. അത് നമ്മൾ എന്ത് ചെയ്യണം? അവസാനം ക്ലോസ് ചെയ്യണം. ഇനി നമുക്ക് ഈ മെയിൻ ബ്ലോക്കിൻ്റെ തൊട്ടുമുകളിൽ എത്ര യൂസർ ഡിഫൈൻ ഫംഗ്ഷൻസിൻ്റെ ബോഡിയാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ടത്? 4 യൂസർ ഡിഫൈൻ ഫംഗ്ഷൻസിൻ്റെ ബോഡി സീക്വൻഷ്യലി വൺ ആഫ്റ്റർ അനദർ നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. 1 പ്രസ് ചെയ്താൽ ഏതിൻ്റെ ബോഡി എക്സിക്യൂട്ട് ആവണം? ആഡ് റെക്കോർഡ്സ് എന്ന് പറയുന്ന യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ്റെ ബോഡിയാണ് എക്സിക്യൂട്ട് ആവേണ്ടത്. അപ്പം ചോയ്സ് 1 ആണെങ്കിൽ നമ്മൾ എന്താണ് വിളിക്കുന്നത്? മെയിൻ ബ്ലോക്കിൽ ഏത് ഫംഗ്ഷനെയാണ് വിളിക്കുന്നത്? ആഡ് റെക്കോർഡ്സ് ഫംഗ്ഷൻ വിളിക്കുന്നത് കൊണ്ട് ഇതാ ഇതിൻ്റെ ബോഡി എക്സിക്യൂട്ട് ആവാൻ തുടങ്ങും. അതിൻ്റെ ഉള്ളിലുള്ള ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ എന്താണ്? ഹൗ മെനി റോസ് ഡു യു വാണ്ട് ടു ഇൻസേർട്ട് ഇൻ ടു ദറ്റ് എംപ്റ്റി ടേബിൾ? ആ ടേബിളിലേക്ക് എത്ര റോസ് ഓഫ് ഇൻഫർമേഷനാണ് എൻ്റർ ചെയ്യേണ്ടത്? യൂസറിൽ നിന്ന് ആ വാല്യൂ ഇൻപുട്ടായിട്ട് ആക്സെപ്റ്റ് ചെയ്യുന്നു. പിന്നെ അത്ര നമ്പർ ഓഫ് റോസ് ഓരോ റോ ജനറേറ്റ് ചെയ്ത് ആ ഓരോ റോ കൈയോടെ കൊണ്ടുപോയി ടേബിളിലേക്ക് ഇൻസർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോർ ലൂപ്പിൻ്റെ സഹായം നമ്മൾ തേടുന്നു. അപ്പോൾ ഫോർ ലൂപ്പിൻ്റെ ഇറ്ററേഷൻ ഡിസൈഡ് ചെയ്യുന്ന ഫാക്ടർ ഏതാണ്? റേഞ്ച് ഓഫ് n.
ഫോർ എക്സാമ്പിൾ ഹൗ മെനി റോസ് ഡു യു വാണ്ട് ടു ഇൻസേർട്ട് എന്ന് ചോദിക്കുമ്പോൾ യൂസർ 10 എന്ന് എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ n വേരിയബിളിൻ്റെ വാല്യൂ എന്തായി മാറും? 10 ആയി മാറും. സോ വാട്ട് ഇസ് ദ മീനിങ് ഓഫ് റേഞ്ച് ഓഫ് 10? റേഞ്ച് ഫംഗ്ഷൻ വിൽ ജനറേറ്റ് സെറ്റ് ഓഫ് വാല്യൂ സ്റ്റാർട്ടിംഗ് ഫ്രം 0 to 9. സോ ഈ ഫോർ ലൂപ്പ് എത്ര വട്ടം ഇറ്ററേറ്റ് ആവും? 10 ടൈംസ് ഇറ്ററേറ്റ് ആവും കേട്ടോ. അപ്പോൾ ഓരോ ഇറ്ററേഷനിൽ ഓരോ റോ ആണ് നമ്മൾ ടേബിളിലേക്ക് ഇൻസർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ചിന്തിച്ച് നോക്കൂ, ഒരു റോ എന്ന് പറയുമ്പോൾ എത്ര സെൽ വാല്യൂസാണ് യൂസറിൽ നിന്ന് ഓരോ റോയുടെ ഭാഗമായിട്ട് എത്ര സെൽ വാല്യൂസാണ് നമ്മൾ യൂസറിൽ നിന്ന് ഇൻപുട്ടായിട്ട് ആക്സെപ്റ്റ് ചെയ്യേണ്ടത്? ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ നമ്പർ ഓഫ് കോളംസ് യു ഹാവ് ഡിഫൈൻഡ് ഇൻസൈഡ് ദ ടേബിൾ. ഞാൻ ആ ടേബിൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവാം, ക്രിയേറ്റ് ടേബിൾ കമാൻഡ് ഉപയോഗിച്ച് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ആ ടേബിളിൽ എത്ര കോളംസ് സ്പെസിഫൈ ചെയ്തു? 6 കോളംസ്. അപ്പോൾ ഓരോ റോയിൽ എത്ര സെൽ വാല്യൂസ് ഉണ്ടാവും? 6 സെൽ വാല്യൂസ് ആയതുകൊണ്ട് ഓരോ ഫോർ ലൂപ്പിൻ്റെ ഇറ്ററേഷനിൽ യൂസറിൽ നിന്ന് 6 സെൽ വാല്യൂസ് 6 വേരിയബിൾസിലേക്കാണ് ആദ്യം നമ്മൾ എത്തിക്കേണ്ടത്. ആദ്യത്തെ കോളം, ആ കോളം ഓഫ് ദി ഓർഡർ, ആ കോളംസിൻ്റെ ഓർഡർ വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടാ, അത് ഓർക്കണം. ഓർഡർ മറന്നുപോയിട്ടുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്തു, ആ ടേബിളിൻ്റെ ഉള്ളിൽ കോളംസ് ഉണ്ടെന്ന് നമുക്കറിയാം. പക്ഷേ ഏത് കോളമാണ് ആദ്യം വരുന്നത്, ഏത് കോളമാണ് രണ്ടാമത്തെ കോളമായിട്ട് നമ്മൾ ഡിസൈൻ ചെയ്തത് മറന്നുപോയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പണ്ട് ഞാനൊരു കമാൻഡ് പഠിപ്പിച്ചിരുന്നു, ഓർമ്മയുണ്ടോ? ഡെസ്ക് എന്ന് പറയുന്ന കമാൻഡ്. ഡെസ്കിൻ്റെ ഫുൾ ഫോമാണ് ഡിസ്ക്രൈബ്. ഇറ്റ്സ് ഓക്കെ. സോ ഫസ്റ്റ് കോളം എംപ്ലോയി ഐ ഡി ആയതുകൊണ്ട് ഫസ്റ്റ് ഇൻപുട്ട് വാല്യൂ EID വേരിയബിളിലേക്ക് എത്തിച്ചു. സെക്കൻഡ് കോളം നെയിമാണ്. തേർഡ് വാല്യൂ ഡിപ്പാർട്ട്മെൻറ്റൽ വാല്യൂ യൂസറിൽ നിന്ന് ഇൻപുട്ടായിട്ട് ആക്സെപ്റ്റ് ചെയ്തു DE വേരിയബിളിലേക്ക്. ഫോർത്ത് വാല്യൂ ഡെസിഗ്നേഷൻ ആക്സെപ്റ്റ് ചെയ്യുന്നു. ഫിഫ്ത്ത് വാല്യൂ സാലറി ആക്സെപ്റ്റ് ചെയ്യുന്നു. സിക്സ്ത് വാല്യൂ ഡേറ്റ് ഓഫ് ബർത്ത് സ്ട്രിംഗ് ഫോർമാറ്റിൽ ആക്സെപ്റ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് കർ വേരിയബിൾ വഴി നമ്മൾ ഏത് ഫംഗ്ഷനാണ് വിളിക്കേണ്ടത്? എക്സിക്യൂട്ട് ഫംഗ്ഷൻ വിളിക്കുമ്പോൾ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ മാക്സിമം എത്ര ആർഗ്യുമെൻറ്റ്സ് ആണ് അയക്കേണ്ടത്? 2 ആർഗ്യുമെൻറ്റ്സ്. വാട്ട് ഈസ് ദ ഫസ്റ്റ് ആർഗ്യുമെൻറ്റ്? ഇൻ സ്ട്രിംഗ് ഫോർമാറ്റ് കമാൻഡ് ഹാസ് ടു ബി എക്സിക്യൂട്ടഡ്. ഏത് കമാൻഡാണ് നീ ഇപ്പോൾ എക്സിക്യൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവോ എക്സിക്യൂട്ട് ഫംഗ്ഷൻ ഉപയോഗിച്ച് ആ കമാൻഡാണ് സ്ട്രിംഗ് ഫോർമാറ്റിൽ ഫസ്റ്റ് ആർഗ്യുമെൻ്റ് ആയിട്ട് എക്സിക്യൂട്ട് ഫംഗ്ഷൻ അയക്കേണ്ടത്. ബട്ട് ഇഫ് ദ കമാൻഡ് ഇസ് ബിറ്റ് ലെന്തി, ആ കമാൻഡ് മൾട്ടിപ്പിൾ ലൈൻസിലേക്ക് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ദറ്റ് കമാൻഡ് ഷുഡ് ബി എൻക്ലോസ്ഡ് വിത്തിൻ 3 ഡബിൾ കോട്ട്സ് ഓർ 3 സിംഗിൾ കോട്ട്സ്. ഏത് കമാൻഡാണ് ഓരോരോ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി ടേബിളിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്ന DML കമാൻഡ് ഏതാണ്? ഇൻസേർട്ട് കമാൻഡ്. അതിൻ്റെ സിൻടാക്സ് ഓർമ്മയുണ്ടോ? ഇൻസേർട്ട് ഫോളോഡ് ബൈ ഇൻടു കീവേഡ് ഫോളോഡ് ബൈ നെയിം ഓഫ് ദി ടേബിൾ എംപ്ലോയി ഫോളോഡ് ബൈ വാല്യൂസ്. അത് കഴിഞ്ഞിട്ട് പാരാന്തസിസ് തുറന്ന് നമ്മളിപ്പോൾ ഓരോരോയുടെ ഭാഗമായിട്ട് എത്ര സെൽ വാല്യൂസ് ഉണ്ടാവും? 6 സെൽ വാല്യൂസ് ആണ് നമ്മൾ റെഫർ ചെയ്യേണ്ടത്. അപ്പോൾ ഈ വാല്യൂസ് കഴിഞ്ഞ ഉടൻ തന്നെ പാരാന്തസിസിൻ്റെ ഉള്ളിൽ 6 പ്ലേസ് ഹോൾഡേഴ്സ് ആണ് %s റെഫർ ചെയ്യേണ്ടത്. ഇറ്റ്സ് ഓക്കെ. സോ അത് സിൻടാക്സ് ആണ്. ആ സിൻടാക്സ് അങ്ങനെ തന്നെ നമ്മൾ ഓർക്കാൻ ശ്രമിക്കണം കേട്ടോ. സോ ഇൻസേർട്ട് ഇൻ ടു നെയിം ഓഫ് ദി ടേബിൾ എംപ്ലോയി വാല്യൂസ് ഫോളോഡ് ബൈ പാരാന്തസിസ്. ഈ പാരാന്തസിസിൻ്റെ ഉള്ളിൽ എത്ര പ്ലേസ് ഹോൾഡേഴ്സ് ആണ്? ഓരോ റോയിൽ എത്ര സെൽ വാല്യൂസ് ആണ് നമ്മൾ എൻ്റർ ചെയ്യേണ്ടത്? ഓരോ റോയിൽ എത്ര കോളം സെൽ വാല്യൂസ് ആണ്? 6 കോളംസ് ഉള്ളത് കൊണ്ട് 6 സെൽ വാല്യൂസ് 6% പ്ലേസ് ഹോൾഡേഴ്സ് കൊണ്ട് റെഫർ ചെയ്യണം. ദാറ്റ് ഷുഡ് ബി ദ ഫസ്റ്റ് ആർഗ്യുമെൻറ്റ്. ആൻഡ് ദ സെക്കൻഡ് ആർഗ്യുമെൻറ്റ് ഷുഡ് ബി ടപ്പിൾ ഓഫ് വേരിയബിൾസ്. ഇത് ടപ്പിൾ ഫോർമാറ്റിൽ നമ്മളിപ്പോൾ യൂസറിൽ നിന്ന് 6 സെൽ വാല്യൂസ് ഓർഡറിൽ 6 വേരിയബിൾസിലേക്ക് എത്തിച്ചില്ലേ, ആ 6 വേരിയബിൾസ് ടപ്പിൾ ഫോർമാറ്റിൽ റെഫർ ചെയ്യണം. സോ ഇൻസേർട്ട് കമാൻഡ് എക്സിക്യൂട്ട് എങ്ങനെയാവും? എക്സിക്യൂട്ട് ആവുന്ന സമയത്ത് ഫസ്റ്റ് വേരിയബിൾ എന്താണ് ഈ ടപ്പിളിൽ? EID വേരിയബിളിൻ്റെ വാല്യൂ ഫസ്റ്റ് %s സ്ഥാനത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ആവും. ഓക്കെ. NA വേരിയബിളിൻ്റെ വാല്യൂ വന്നിട്ട് സെക്കൻഡ് %s. തേർഡ് വേരിയബിൾ വാല്യൂ വിൽ ബി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഇൻ തേർഡ് %s. അങ്ങനെ ഈ 6 വേരിയബിൾസിൻ്റെ വാല്യൂസ് ഈ 6% പ്ലേസ് ഹോൾഡേഴ്സിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ആയി കഴിഞ്ഞിട്ട് ആ വാല്യൂസ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ റോ ആക്കി ടേബിളിലേക്ക് ഇൻസേർട്ട് കമാൻഡ് വഴി ഒരു പുതിയ റോ ആയിട്ട് ഇൻസേർട്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് ലാസ്റ്റ് ഇൻസ്ട്രക്ഷൻ ഓഫ് ദി ഫോർ ലൂപ്പ് എന്താണ്? കറണ്ട് റോ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അത് കറക്റ്റായിട്ട് ഇൻസേർട്ട് ആവാൻ വേണ്ടിയിട്ട് ഉറപ്പ് വരുത്താൻ വേണ്ടി കണക്ഷൻ വേരിയബിൾ വഴി, കണക്ഷൻ ആട്ടാ, കർ വേരിയബിൾ അല്ല, കണക്ഷൻ വേരിയബിൾ വഴി നമ്മൾ ഏത് ഫംഗ്ഷനാണ് വിളിക്കേണ്ടത്? കമ്മിറ്റ് ഫംഗ്ഷനാണ് വിളിക്കേണ്ടത്. ഇറ്റ്സ് ഓക്കെ. സോ ഈ ഫോർ ലൂപ്പ് 10 വട്ടം കറങ്ങിയാൽ എത്ര റോസാണ് നമ്മൾ ഓരോ ഇറ്ററേഷനിൽ ക്രിയേറ്റ് ചെയ്ത് ടേബിളിലേക്ക് എക്സിക്യൂട്ട് ഫംഗ്ഷൻ്റെ സഹായത്താൽ ഇൻസേർട്ട് ചെയ്യുന്നത്? 10 റോസ് ആയിരിക്കും. ഓക്കെ. സോ അതാണ് ബോഡി ഡെഫിനിഷൻ ഓഫ് ദി ആഡ് റെക്കോർഡ്സ്. സെക്കൻഡ് ഓപ്ഷൻ ആണെങ്കിൽ ഏത് ഫംഗ്ഷനാണ്? സെർച്ച് അല്ലേ. നമ്മൾ ഈ സെർച്ച് ഓപ്പറേഷൻ എങ്ങനെയാണ്? ടേബിളിൻ്റെ ഉള്ളിൽ thousands ഓഫ് റോസ് ഉണ്ടാവാം. പക്ഷേ നമ്മൾ എല്ലാ റോസും ഔട്ട്പുട്ടായിട്ട് കാണിക്കേണ്ട. യൂസറിൻ്റെ പ്രിഫറൻസ് അനുസരിച്ച് അവൻ പറയുന്ന കണ്ടീഷന് സാറ്റിസ്ഫൈ ചെയ്യുന്ന റോസ് മാത്രം ഐഡൻറ്റിഫൈ ചെയ്ത് ഫിൽട്ടർ ചെയ്ത് കാണിക്കാൻ വേണ്ടി യൂസറിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? എടാ മോനെ, ഏത് എംപ്ലോയി ID ആണ്, ഏത് എംപ്ലോയി ID ഡീറ്റെയിൽസ്, ഏത് എംപ്ലോയിയുടെ ഡീറ്റെയിൽസ് ആണ് ഞാൻ കാണിക്കേണ്ടത്? ആ എംപ്ലോയറും ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി അവൻ്റെ ID എൻ്റർ ചെയ്യാൻ യൂസറിനോട് നമ്മൾ പ്രോംപ്റ്റ് ചെയ്യുന്നു. അപ്പോൾ യൂസർ ഒരു എംപ്ലോയി ID എൻ്റർ ചെയ്യും.
അത് കൊണ്ടുപോയി ഏത് വേരിയബിളിലേക്ക് ക്യാപ്ചർ ചെയ്തു, EID വേരിയബിളിലേക്ക് ക്യാപ്ചർ ചെയ്തു. സോ ഇപ്പോൾ ഈ സെർച്ച് ഓപ്പറേഷൻ ഏത് ബേസിസ്, ഇപ്പോൾ ടേബിളിൻ്റെ ഉള്ളിൽ എത്ര കോളംസ് ആണുള്ളത്, 6 കോളംസ് ഉള്ളത് കൊണ്ട് ഇനി വേണമെങ്കിൽ എംപ്ലോയി ID ബേസിൽ സെർച്ച് ചെയ്യാം, അല്ലെങ്കിൽ നെയിം ഓഫ് ദി എംപ്ലോയി ബേസ് ചെയ്ത് സെർച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റൽ ബേസിസിൽ സെർച്ച് ചെയ്യാം, ഡെസിഗ്നേഷൻ ബേസിസിൽ സെർച്ച് ചെയ്യാം, സാലറി ബേസിസിൽ സെർച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് ബേസിസിൽ സെർച്ച് ചെയ്യാം. ഞാൻ തരുന്ന കോഡ് ഏത് ബേസിസിലാണ് ഞാൻ സെർച്ച് ചെയ്യുന്നു, യൂസറിൽ നിന്ന് ഒരു എംപ്ലോയി ID ഇൻപുട്ടായിട്ട് ആക്സെപ്റ്റ് ചെയ്ത് ആ എംപ്ലോയി ID മാച്ച് ആവുന്ന റോ മാത്രം ഐഡൻറ്റിഫൈ ചെയ്ത് ഫിൽട്ടർ ചെയ്ത് നമ്മൾ ഔട്ട്പുട്ടായിട്ട് കാണിച്ചു കൊടുക്കും. വേറെ ഒരു കാര്യം, എംപ്ലോയി ID എന്ന് പറയുന്ന കോളം ടേബിളിൻ്റെ ഉള്ളിൽ യുണീക്കാണ്. ആ കോളമിൽ ഡ്യൂപ്ലിക്കേറ്റ്സ് ഇല്ലാത്തത് കൊണ്ട് യൂസർ എൻ്റർ ചെയ്യാൻ പോകുന്ന ആ എംപ്ലോയി ID ടു സെർച്ച് ആകെ ഒരു റോ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ്സ് ഇല്ലാത്തത് കൊണ്ട് ഒരു റോ മാത്രം നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടും. അതിനായിട്ട് കർവ് വേരിയബിൾ വഴി നമ്മൾ ഏത് ഫംഗ്ഷനാണ് വിളിക്കേണ്ടത്, എക്സിക്യൂട്ട്. ഈ എക്സിക്യൂട്ട് ഫംഗ്ഷന് മാക്സിമം എത്ര ആർഗ്യുമെൻറ്റ്സ്, 2 ആർഗ്യുമെൻറ്റ്സ്. വാട്ട് ഈസ് ദ ഫസ്റ്റ് ആർഗ്യുമെൻറ്റ്, കമാൻഡ് ടു ബി എക്സിക്യൂട്ടഡ്. വാട്ട് ഈസ് ദറ്റ് കമാൻഡ്, സെർച്ച് ഓപ്പറേഷൻ നടത്താൻ വേണ്ടി നമുക്കറിയാം സെലക്ട് എന്ന് പറയുന്നത് DML കമാൻഡാണ്. ഈ സെലക്ട് കമാൻഡ് ഉപയോഗിച്ച് നമുക്ക് ടേബിളിൻ്റെ ഉള്ളിലുള്ള ഡേറ്റ ഔട്ട്പുട്ടായിട്ട് ടാബുലർ ഫോർമാറ്റിൽ നമുക്ക് കാണിക്കാൻ സാധിക്കും. സോ സ്റ്റാർ സിഗ്നിഫൈസ് ഓൾ ദ കോളംസ് ഫ്രം എംപ്ലോയി ടേബിൾ വേർ നമുക്കിപ്പോൾ സെലക്ട് സ്റ്റാർ ഫ്രം എംപ്ലോയി എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കും, എംപ്ലോയി ടേബിളിൻ്റെ ഫുൾ റോസ് നമ്മൾ ഔട്ട്പുട്ടായിട്ട് കാണിച്ചു കൊടുക്കാം. പക്ഷേ നമുക്ക് ഫുൾ റോസ് കാണിക്കാൻ പാടില്ല. യൂസറിൽ നിന്ന് നമ്മളൊരു എംപ്ലോയി ID ഇൻപുട്ടായിട്ട് ആക്സെപ്റ്റ് ചെയ്യുന്നു. ആ എംപ്ലോയി ID മാത്രം മാച്ച് ആവുന്ന റോ മാത്രം സെലക്ട് ചെയ്ത് ഔട്ട്പുട്ടായിട്ട് കാണിക്കണമെങ്കിൽ കണ്ടീഷൻ സ്പെസിഫൈ ചെയ്യേണ്ടി വരും. നമുക്കറിയാം MySQL ഇൻഫർമേഷൻ കാണിക്കുന്ന സമയത്ത് കണ്ടീഷൻ ആഡ് ചെയ്യണമെങ്കിൽ അത് ഏത് ക്ലോസ് ഉപയോഗിച്ച് നമ്മൾ കണ്ടീഷൻസ് സ്പെസിഫൈ ചെയ്യാൻ സാധിക്കുക, വേർ ക്ലോസ്, വേർ എംപ്ലോയി ID ഈക്വൽ ടു %s ആൻഡ് ദ സെക്കൻഡ് ആർഗ്യുമെൻറ്റ് ഈസ് ടപ്പിൾ ഓഫ് വേരിയബിൾസ്. പക്ഷേ ഇവിടെ ഒരു വേരിയബിളേ ഉള്ളൂ. കാരണം യൂസറിൽ നിന്ന് നമ്മൾ ഇൻപുട്ടായിട്ട് ആക്സെപ്റ്റ് ചെയ്യുന്നത് എംപ്ലോയി ID ഒറ്റ വേരിയബിളിലേക്ക് ആക്സെപ്റ്റ് ചെയ്യുന്നു. സോ ഈ ടപ്പിളിൽ ഒരു വേരിയബിൾ മാത്രമേ റിഫർ ചെയ്യണമെങ്കിൽ ആ വേരിയബിൾ നെയിം കഴിഞ്ഞിട്ട് കോമ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ കോമ ഇല്ലെങ്കിൽ എന്തായി, ഇതൊരു ഇൻറ്റിജർ ഫോർമാറ്റായി മാറും. നോ, സെക്കൻഡ് ആർഗ്യുമെൻറ്റ് ഓൾവേസ് ഷുഡ് ബി എ ടപ്പിൾ ഓഫ് വേരിയബിൾസ്. അപ്പോൾ ടപ്പിളിൽ ഒന്നെങ്കിൽ ഒരു വേരിയബിൾ ഉണ്ടാവാം, മൾട്ടിപ്പിൾ വേരിയബിൾസ് ഉണ്ടാകാം. ഒരു വേരിയബിൾ ഉണ്ടെങ്കിലും മൾട്ടിപ്പിൾ വേരിയബിൾസ് ഉണ്ടെങ്കിലും ആ ടപ്പിളിൻ്റെ ഉള്ളിൽ നമ്മൾ ടപ്പിൾ ഫോർമാറ്റിലാണ് അത് റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്. സെക്കൻഡ് ആർഗ്യുമെൻറ്റ് ചെയ്യാൻ വേണ്ടി ഒരു വേരിയബിൾ മാത്രം ഉണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഫോളോഡ് ബൈ എ കോമ വിച്ച് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇറ്റ്സ് ഓക്കെ. അപ്പോൾ അറ്റ് ദ ടൈം ഓഫ് എക്സിക്യൂട്ടിംഗ് ദിസ് പെർട്ടിക്കുലർ ഇൻസ്ട്രക്ഷൻ EID വേരിയബിളിൻ്റെ ഉള്ളിൽ യൂസറിൽ നിന്ന് ആക്സെപ്റ്റ് ചെയ്ത ഇൻപുട്ട് വാല്യൂ എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ആവും, ഈ %s സ്ഥാനത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ആവും. അപ്പോൾ ഈ കണ്ടീഷൻ ആ ടേബിളിൻ്റെ ഉള്ളിലുള്ള റോ, ഏത് റോയിൻ്റെ എംപ്ലോയി ID യൂസറിൻ്റെ എംപ്ലോയി ID ആയിട്ട് ഈക്വൽ ആവുന്നോ ആ റോ മാത്രം എക്സ്ട്രാക്ട് ചെയ്യുന്നു. ആ റോ ഏതിലേക്ക് എത്തിക്കുന്നു, കർസറിലേക്ക് എത്തിക്കും. കർസറിലേക്ക് എത്തിക്കുന്നത് നമ്മുടെ പ്രോഗ്രാം വേരിയബിളിലേക്ക് ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി ഏത് ഫംഗ്ഷനാണ്, ഫെച്ച് ഓൾ. ഇവിടെ സത്യത്തിൽ ഫെച്ച് ഓളിൻ്റെ ആവശ്യമില്ല, നമുക്ക് ഫെച്ച് വണ്ണിൻ്റെ ആവശ്യം മതി. കാരണം നമ്മളിപ്പോൾ സെർച്ച് ചെയ്യുന്നത് ഏത് ബേസിസിലാണ്, എംപ്ലോയി ID കോളം ബേസിസ് ആയതുകൊണ്ട് എംപ്ലോയി ID എന്ന് പറയുന്നത് ഓരോ എംപ്ലോയിക്ക് യുണീക്ക് ആയതുകൊണ്ട് ഒരു റോ മാത്രമേ നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ കർവ് വേരിയബിളിൻ്റെ ഉള്ളിൽ ആ ടേബിളിൻ്റെ ഉള്ളിൽ നിന്ന് ഡാറ്റാബേസിൽ നിന്ന് ഒരു റോ മാത്രമേ നമുക്ക് ഈ എക്സിക്യൂട്ട് ഫംഗ്ഷൻ വഴി എക്സ്ട്രാക്ട് ചെയ്യാൻ സാധിക്കും. സോ കർവ് വേരിയബിളിൻ്റെ ഉള്ളിൽ ഒരു റോ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫെച്ച് വൺ മതിയായിരുന്നു, ബട്ട് സ്റ്റിൽ ഫെച്ച് ഓൾ എന്ന് പറയുന്നു. ആ പെർട്ടിക്കുലർ കർസറിൻ്റെ ഉള്ളിലുള്ള ഒരു റോ നമ്മുടെ പ്രോഗ്രാം വേരിയബിൾ എക്സിലേക്ക് ഫെച്ച് ചെയ്തു. മൾട്ടിപ്പിൾ റോസ് ആകാം, ഒരു റോ ആകാം. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ക്വയറി. ഇനിയിപ്പോൾ ഫ്രെയിം ചെയ്യാൻ പോകുന്ന ക്വയറിന് ബേസ് ചെയ്തായിരിക്കാം റിസൾട്ട് സെറ്റ് ജനറേറ്റ് ആവാനുള്ളത് കേട്ടോ. അപ്പോൾ മൾട്ടിപ്പിൾ റോസ് ആണെങ്കിൽ എക്സിലേക്ക് എത്തുമ്പോൾ ആ മൾട്ടിപ്പിൾ റോസ് റോ ബൈ റോ കാണിക്കാൻ വേണ്ടി ഫോർ ലൂപ്പ് വിളിക്കേണ്ടി വരും. ഫോർ ലൂപ്പിൻ്റെ ഇറ്ററേഷൻസ് തീരുമാനിക്കുന്നത് എക്സ് എന്ന് പറയുന്ന നമ്മുടെ പ്രോഗ്രാം വേരിയബിളിലേക്ക് എത്തിയ ആ റിസൾട്ട് സെറ്റ് ലിസ്റ്റ് ഫോർമാറ്റ് ആണ്. എക്സ് ഇസ് വാട്ട്, എക്സ് ഇസ് എ ലിസ്റ്റ് ഓഫ് റോസ്. ഓരോ റോ ഒരു ടപ്പിളാണ്. ഈ എല്ലാ റോസും നമ്മൾ ഏത് ഫോർമാറ്റിൽ ഗ്യാദർ ചെയ്യുന്നു, ലിസ്റ്റ് ഫോർമാറ്റിൽ ഗ്യാദർ ചെയ്യുന്നു. ഫസ്റ്റ് ഇറ്ററേഷൻ അതിലേക്ക് എന്തെത്തും, ഫസ്റ്റ് റോ എത്തും. ആ ഫസ്റ്റ് റോ കാണിച്ചു കൊടുത്തു. സെക്കൻഡ് ഇറ്ററേഷനുണ്ട് ചാൻസേ ഇല്ല, കാരണം ഈ കോണ്ടെക്സ്റ്റിൽ ഒരു റോ മാത്രമാണ് നമ്മൾ ആ ടേബിളിൽ നിന്ന് ഫിൽട്ടർ ചെയ്ത് കർവ് വേരിയബിളിലേക്ക് എത്തിക്കുന്നത്. ഇറ്റ്സ് ഓക്കെ, ബിക്കോസ് യു ആർ സെർച്ചിങ് ബേസ്ഡ് അപ്പോൺ എംപ്ലോയി ID. നെക്സ്റ്റ് അപ്ഡേറ്റ്.
എടാ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ എങ്ങനെ ഫ്രെയിം ചെയ്തെന്ന് ചോദിച്ചാൽ ടേബിളിൻ്റെ ഉള്ളിലുള്ള എല്ലാ റോസും അപ്ഡേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ കണ്ടീഷൻ ബേസ് ചെയ്ത് നമുക്ക് യൂസറിൽ നിന്ന് കണ്ടീഷൻസ് ആക്സെപ്റ്റ് ചെയ്ത് ആ കണ്ടീഷനെ മാത്രം സാറ്റിസ്ഫൈ ചെയ്യുന്ന റോസ് മാത്രം ഐഡൻറ്റിഫൈ ചെയ്ത് അപ്ഡേറ്റ് ചെയ്യാം. ഇതിൻ്റെ ഭാഗമായിട്ട് യൂസറിൽ നിന്ന് ഞാൻ എത്ര ഇൻപുട്ട് വാല്യൂസ് ആണ് ആക്സെപ്റ്റ് ചെയ്യുന്നത്? 2 ഇൻപുട്ട് വാല്യൂസ് ആണ്. ആദ്യം റോസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ഡിപ്പാർട്ട്മെൻറ്റ് നെയിമാണ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നത്. ഓൾഡ് ഡിപ്പാർട്ട്മെൻറ്റ് നെയിം, ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നവരെയാണ് നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്ത് അവരുടെ എക്സിസ്റ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റൽ ഓൾഡ് ഡിപ്പാർട്ട്മെൻറ്റൽ വാല്യൂ നമ്മൾ എന്ത് ചെയ്യുന്നു? പുതിയ ഡിപ്പാർട്ട്മെൻറ്റൽ വാല്യൂ കൊണ്ട് ഓവർ റൈറ്റ് ചെയ്യുന്നു. സോ ഓൾഡ് ഡിപ്പാർട്ട്മെൻറ്റൽ വാല്യൂ DE വേരിയബിളിലേക്ക് ആക്സെപ്റ്റ് ചെയ്തു. ഇത് വേറെ ടൈപ്പ് ഓഫ് അപ്ഡേറ്റ് ഓപ്പറേഷൻ കേട്ടോ. ഞാൻ ഇച്ചിരി കൺഫ്യൂഷനായി. നമ്മളിപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് നെയിം യൂസറിൽ നിന്ന് ഇൻപുട്ടായിട്ട് DE വേരിയബിളിലേക്ക് ആക്സെപ്റ്റ് ചെയ്തു. ഒരു പക്ഷേ അവൻ സെയിൽസ് എന്ന് എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ആ ടേബിളിൻ്റെ ഉള്ളിൽ നമുക്ക് എല്ലാ റോസും വേണ്ട. വി ആർ ട്രൈങ് ടു ഐഡൻറ്റിഫൈ ഓൺലി ദോസ് റോസ് ഹൂസ് ഡിപ്പാർട്ട്മെൻറ്റൽ വാല്യൂ ഹാപ്പൻസ് ടു ബി സെയിൽസ്. അപ്പോൾ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നവർക്ക് വേണ്ടി മാത്രം, വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് മാത്രം ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് അവരുടെ സാലറി നമുക്ക് ഇൻക്രിമെൻറ്റ് ചെയ്യാനുള്ള അപ്ഡേറ്റ് കോഡാണിത്. അപ്പോൾ സെക്കൻഡ് ഇൻപുട്ട് എന്താണ് യൂസറിൽ നിന്ന് ആക്സെപ്റ്റ് ചെയ്യുന്നത്? എത്ര ഇൻക്രിമെൻ്റ് ആണ് ആ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നവരെ. നീ ഇപ്പോൾ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് നെയിം പറഞ്ഞല്ലോ, ആ ഡിപ്പാർട്ട്മെൻറ്റിൽ മാച്ച് ആവുന്ന റോസൊക്കെ ഞാൻ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞിട്ട് എത്രയാണ് അവരുടെ കറണ്ട് സാലറി അപ്ഡേറ്റ് ഇൻക്രിമെൻറ്റ് ചെയ്യേണ്ടത് എന്നൊരു വാല്യൂ INC വേരിയബിളിലേക്ക് ആക്സെപ്റ്റ് ചെയ്യുന്നു. ഇറ്റ്സ് ഓക്കെ. കർവ് വേരിയബിൾ വഴി എക്സിക്യൂട്ട് ഫംഗ്ഷൻ വിളിക്കുമ്പോൾ ഈ പ്രാവശ്യം നമ്മൾ ഏത് കമാൻഡാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്? അപ്ഡേറ്റ് എന്ന് പറയുന്ന DML കമാൻഡ്. അതിൻ്റെ സിൻടാക്സ് നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്താം. അപ്ഡേറ്റ് ചെയ്യാനുള്ള കാര്യമാണ് ഞാനിപ്പോൾ അന്വേഷിക്കുന്നത്. ഏത് ടേബിളിൻ്റെ ഉള്ള ഇൻഫർമേഷനാണ് അപ്ഡേറ്റ് ചെയ്യുന്നത്? എംപ്ലോയി ടേബിൾ സെറ്റ്. ഏത് കോളം എന്നാണ് നമ്മളിപ്പോൾ മോഡിഫൈ ചെയ്യാൻ പോകുന്നത്? ആ കോളത്തിൻ്റെ തൊട്ട് മുൻപിൽ ഏത് കീവേഡ് ഉപയോഗിക്കണം? നമ്മൾ സെറ്റ് കീവേഡ് ഉപയോഗിച്ച് സാൽ എന്ന് പറയുന്ന കോളത്തിൻ്റെ ആ റോയിൽ സാൽ എന്ന് പറയുന്ന കറണ്ട്, ഈ റൈറ്റ് സൈഡ് നോക്കൂ, സാൽ കോളത്തിൻ്റെ കറണ്ട് വാല്യൂനെ യൂസറിൽ നിന്ന് എത്ര ഇൻക്രിമെൻറ്റ് വേണമെന്ന് ചോദിച്ചില്ലേ, ആ വാല്യൂ ആയിട്ട് ആഡ് ചെയ്ത് ആ പുതിയ വാല്യൂ വീണ്ടും നമ്മൾ ഏത് കോളമിലേക്ക് ആ റോയിൽ നമ്മൾ ഓവർ റൈറ്റ് ചെയ്യുന്നു? സാൽ കോളത്തിൻ്റെ കറണ്ട് സെൽ വാല്യൂയിലേക്ക് ഓവർ റൈറ്റ് ചെയ്യിക്കുന്നു. വേർ ഡിപ്പാർട്ട്മെൻറ്റ് ഈക്വൽ ടു %S. അപ്പോൾ എത്ര %Sകളാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്? 2 %Sകളായതുകൊണ്ട് സെക്കൻഡ് ആർഗ്യുമെൻറ്റ് ടപ്പിൾ ഫോർമാറ്റിൽ എത്ര വേരിയബിൾസാണ് റിഫർ ചെയ്യേണ്ടത്? 2 വേരിയബിൾസ്. ആദ്യത്തെ വേരിയബിൾ എന്തായിരിക്കണം? ഡിപ്പാർട്ട്മെൻറ്റ് അല്ല. ആദ്യത്തെ %S വരുന്നത് സാലറി ബന്ധപ്പെട്ടായതുകൊണ്ട് അതിൻ്റെ വാല്യൂ സ്റ്റോർ ചെയ്യുന്ന, ഇൻക്രിമെൻറ്റ് സ്റ്റോർ ചെയ്യുന്ന വേരിയബിൾ ഏതാ? INC വേരിയബിൾ. ആൻഡ് ദ സെക്കൻഡ് %S എന്താണ്? ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നവർ ഐഡൻറ്റിഫൈ ചെയ്യുന്ന സംഗതി ആയതുകൊണ്ട് സെക്കൻഡ് വേരിയബിൾ ഷുഡ് ബി ഡിപ്പാർട്ട്മെൻറ്റൽ വാല്യൂ. ഹാവ് യു അണ്ടർസ്റ്റുഡ്? നമ്മൾ ഈ അപ്ഡേറ്റ് ഓപ്പറേഷൻ ഒന്നുകൂടി ഞാൻ പറഞ്ഞു തരാം. നമ്മൾ ഈ അപ്ഡേറ്റ് ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ വേണ്ടി യൂസറിൽ നിന്ന് എത്ര ഇൻപുട്ട് വാല്യൂസ് ആക്സെപ്റ്റ് ചെയ്യുന്ന 2. ഫസ്റ്റ് വാല്യൂ എന്താണ്? ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നവർക്കാണ് ഞാൻ ഇൻക്രിമെൻറ്റ് കൊടുക്കേണ്ടത്, ആ ഇൻപുട്ട് വാല്യൂ യൂസറിൽ നിന്ന് ആക്സെപ്റ്റ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ ഇഫ് ഇസ് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നവരെ ഞാൻ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ക്വയറി എന്താണ്? സെലക്ട് സ്റ്റാർ ഫ്രം എംപ്ലോയി വേർ ഡിപ്പാർട്ട്മെൻറ്റ് ഈക്വൽ ടു ഫിനാൻസ്. പക്ഷേ ഇത് അപ്ഡേറ്റ് ഓപ്പറേഷനാണ് അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നവർക്കാണ് ഇൻക്രിമെൻറ്റ് കൊടുക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ യൂസർ എന്ത് എൻ്റർ ചെയ്ത് കാണും? ഒരു പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റ് നെയിം എൻ്റർ ചെയ്ത് കാണും. അത് DE വേരിയബിളിലേക്ക് ആക്സെപ്റ്റ് ചെയ്തു. ഫോർ എക്സാമ്പിൾ ലെറ്റ് us സപ്പോസ് അവൻ ഫിനാൻസ് എൻ്റർ ചെയ്യുമ്പോൾ ആദ്യം എന്ത് ചെയ്യണം? ടേബിളിൻ്റെ ഉള്ളിൽ ഏത് റോസിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റൽ, ഏത് എംപ്ലോയീസിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റൽ വാല്യൂ ഫിനാൻസ് ആകുന്നോ ആ റോസ് ഐഡൻറ്റിഫൈ ചെയ്യണം. വേർ ക്ലോസ് ഉപയോഗിച്ചാണ് കണ്ടീഷൻ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കുക. ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞിട്ട് ആ റോസ് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞിട്ട് വാട്ട് ഷുഡ് ബി ദ നെക്സ്റ്റ് സ്റ്റെപ്പ്? ആ റോസിൻ്റെ കറണ്ട് സാലറി ഇൻക്രിമെൻറ്റ് കൂട്ടിയിട്ട് പുതിയ വാല്യൂയിലേക്ക് നമ്മൾ അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും. എക്സിസ്റ്റിംഗ് സാലറിക്ക് ഇൻക്രിമെൻറ്റ് വാല്യൂ കൂട്ടിയിട്ട് അത് വീണ്ടും അതേ സെൽ വാല്യൂയിൽ, പഴയ സെൽ വാല്യൂവിനെ നമ്മൾ പുതിയ വാല്യൂ കൊണ്ട് ഓവർ റൈറ്റ് ചെയ്യേണ്ടി വരും. സോ ആ കമാൻഡ് എന്താണ്? അപ്ഡേറ്റ് എംപ്ലോയി സെറ്റ് സാൽ കോളം ഈക്വൽ ടു എക്സിസ്റ്റിംഗ് സാലറി വാല്യൂ പ്ലസ് ഇൻക്രിമെൻറ്റ് വാല്യൂ. എല്ലാ റോസ് കാണോ? അല്ല. വേർ ക്ലോസ് യു ഹാവ് ടു ഐഡൻറ്റിഫൈ ദോസ് റോസ് വിച്ച് ആർ പ്രിഫേർഡ് ബൈ ദ യൂസർ അല്ലേ? വേർ ഡിപ്പാർട്ട്മെൻറ്റൽ വാല്യൂ ഈക്വൽ ടു എൻറ്റേർഡ് ബൈ ദ യൂസർ അല്ലേ? DE വേരിയബിളിലേക്ക് യൂസർ എൻ്റർ ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റൽ വാല്യൂ നമ്മൾ ക്യാപ്ചർ ചെയ്തിട്ടുണ്ടാവാം. അപ്പം ആദ്യത്തെ % നിങ്ങൾ ഓർഡർ ഓർക്കണം. ആദ്യത്തെ % ഡിപ്പാർട്ട്മെൻറ്റൽ വാല്യൂ അല്ല, സാലറിനോട് ബന്ധപ്പെട്ടത് കൊണ്ട് ഈ ടപ്പിളിൽ ആദ്യം വരേണ്ട വേരിയബിൾ ഏതാണ്? ഇൻക്രിമെൻറ്റ് വേരിയബിളിൻ്റെ വാല്യൂ ആണ്. ആ വേരിയബിളിൻ്റെ വാല്യൂ ആണ് ഫസ്റ്റ് %Sൽ സബ്സ്റ്റിറ്റ്യൂട്ട് ആവുക. നെക്സ്റ്റ് DE വേരിയബിളിൻ്റെ വാല്യൂ ആണ് സെക്കൻഡ് %Sൽ സബ്സ്റ്റിറ്റ്യൂട്ട് ആവുക. പിന്നെ കമ്മിറ്റ് ചെയ്യുന്നു. അപ്പോൾ അപ്ഡേറ്റ് ആയി കാണും.
എല്ലാ റോസ് വീണ്ടും ഞാൻ ചോദിക്കട്ടെ, എല്ലാ റോസും അപ്ഡേറ്റ് ആയി കാണുമോ? ഇല്ല. യൂസർ എൻ്റർ ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റ് നെയിം എന്താണോ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിൻ്റെ സാലറി മാത്രമേ ഇൻക്രിമെൻ്റ് ആയി കാണും. ഇറ്റ്സ് ഓക്കെ. ദെൻ ആ പ്രൂഫ് കാണിക്കാൻ വേണ്ടി വീണ്ടും എക്സിക്യൂട്ട് ഫംഗ്ഷൻ വിളിക്കുമ്പോൾ സെലക്ട് സ്റ്റാർ ഫ്രം എംപ്ലോയി എന്ന് പറയുമ്പോൾ എല്ലാ റോസും കാണിക്കും. നമുക്ക് എല്ലാ റോസും കാണിക്കേണ്ട. യൂസർ പ്രിഫർ ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നവരുടെ സാലറി സത്യത്തിൽ ഇൻക്രിമെൻ്റ് ആയോ അതല്ലേ കാണിക്കേണ്ടത്. അതിന് വേണ്ടി വേറെ ഡിപ്പാർട്ട്മെൻറ്റ് ഈക്വൽ ടു പെർസെൻറ്റേജസ്. അപ്പോൾ ഒറ്റ പെർസെൻറ്റേജസ് ഉള്ളത് കൊണ്ട് ഇവിടെ ടപ്പിളിൽ ഒരു വേരിയബിൾ മാത്രമേ ഞാൻ റിഫർ ചെയ്യുന്നു. അപ്പോൾ ആ റോസ് ഏത് റോസ് ടേബിളിൻ്റെ ഉള്ളിൽ ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയി റോസ് സാലറി ഇൻക്രിമെൻ്റ് ആയി കാണുമോ ആ റോസ് മാത്രമേ നമ്മൾ ഈ സെലക്ട് കമാൻഡ് വഴി ഔട്ട്പുട്ടായിട്ട് കാണിക്കാൻ ആഗ്രഹിക്കുന്നു. റിസൾട്ട് സെറ്റ് മുഴുവൻ എവിടേക്ക് വന്നു? കർ വേരിയബിളിലേക്ക് വന്നു. കർ വേരിയബിളിലേക്ക് വന്ന ഈ റിസൾട്ട് സെറ്റ് മുഴുവൻ ഫെച്ച് ഓൾ ഫംഗ്ഷൻ ഉപയോഗിച്ച് നമ്മുടെ പ്രോഗ്രാം വേരിയബിൾ എക്സിലേക്ക് എത്തിക്കുന്നു. ഫോർ ലൂപ്പ് ഉപയോഗിച്ച് അതിനെ റോ ബൈ റോ ഔട്ട്പുട്ടായിട്ട് കാണിച്ചു കൊടുക്കുന്നു. നെക്സ്റ്റ് ഡെൽ റെക്കോർഡ്സ്. ഇപ്പോൾ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി യൂസറിൽ നിന്ന് ഡെൽ റെക്കോർഡ്സിൻ്റെ കോഡ് ഞാൻ എങ്ങനെ ഡിസൈൻ ചെയ്തു? യൂസറിൽ നിന്ന് ഒരു ഡിപ്പാർട്ട്മെൻറ്റൽ നെയിം ഇൻപുട്ടായിട്ട് ആക്സെപ്റ്റ് ചെയ്യും. ആ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന റോസ് ഐഡൻറ്റിഫൈ ചെയ്ത് ആ റോസ് മാത്രമേ ടേബിളിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാനുള്ള കോഡാണ്. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് നെയിം യൂസറിൽ നിന്ന് ഡി വേരിയബിളിലേക്ക് ആക്സെപ്റ്റ് ചെയ്തു. ഇതാ എക്സിക്യൂട്ട് ഫംഗ്ഷൻ വഴി എല്ലാ റോസ് അല്ല വേർ ഡിപ്പാർട്ട്മെൻറ്റ് ഈക്വൽ ടു പെർസെൻറ്റേജസ്. ഈ പെർസെൻറ്റേജസ് വേരിയബിളിലേക്ക് വരുന്ന വാല്യൂ എന്തായിരിക്കും? സെക്കൻഡ് ആർഗ്യുമെൻറ്റ് ടപ്പിൾ ഓഫ് ഒരു വേരിയബിൾ. ഡി വേരിയബിളിൻ്റെ ഉള്ളിൽ യൂസറിൽ നിന്ന് ഏത് ഡിപ്പാർട്ട്മെൻറ്റൽ നെയിം വാല്യൂ ഡി വേരിയബിളിലേക്ക് ഇൻപുട്ടായിട്ട് ആക്സെപ്റ്റ് ചെയ്യുന്നു ആ വാല്യൂ ഈ പെർസെൻറ്റേജസിൻ്റെ സ്ഥാനത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ആവും. ഇൻ കേസ് ഞാൻ ഫിനാൻസ് എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇതെന്തായി മാറും? വേർ ഡിപ്പാർട്ട്മെൻറ്റ് ഈക്വൽ ടു ഫിനാൻസ്. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിൽ those rows we are identifying whose departmental value happens to be finance. ആ റോസ് ഐഡൻറ്റിഫൈ ചെയ്ത് അവസാനം നമ്മൾ എന്ത് ചെയ്യുന്നു? ആ റോസ് നമ്മൾ ടേബിളിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയുന്നു. ഇറ്റ്സ് ഓക്കെ. സോ ഓപ്പറേഷൻ കമ്മിറ്റ് ചെയ്തു. നെക്സ്റ്റ് പ്രൂഫ് കാണിക്കാൻ വേണ്ടി സെലക്ട് സ്റ്റാർ ഫ്രം എംപ്ലോയി എന്ന് പറയുമ്പോൾ തൊട്ട് മുൻപിൽ നമ്മൾ ഏത് ഡിപ്പാർട്ട്മെൻറ്റൽ വാല്യൂ നെയിം പറഞ്ഞിട്ടുണ്ടാവോ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന റോസ് ഒക്കെ ടേബിളിൽ. ഇപ്പോൾ സെയിൽസിന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ടേബിളിൻ്റെ ഉള്ളിൽ ദോസ് എംപ്ലോയീസ് ഹു ആർ വർക്കിംഗ് ഇൻ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ് ആ റോസ് മാത്രം വാനിഷായി കാണും, ഡിലീറ്റായി കാണും. ബാക്കി ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ നമുക്ക് കാണാൻ പ്രൂഫായിട്ട് സാധിക്കും. അപ്പോൾ യൂസർക്ക് മനസ്സിലാവും ഓ ഡിലീറ്റ് ഓപ്പറേഷന് സക്സസ് ആയി. ഞാൻ ചോദിച്ച ഡിപ്പാർട്ട്മെൻറ്റിലോ ഉള്ളവർ ഇപ്പോൾ കാണാൻ പറ്റുന്നില്ല. ഇറ്റ്സ് ഓക്കെ. ദെൻ ആ റോസ് ഒക്കെ നമ്മൾ എക്സ് വേരിയബിളിലേക്ക് ഫെച്ച് ചെയ്യുന്നു. ഫോർ ലൂപ്പ് ഉപയോഗിച്ച് കാണിച്ചു കൊടുക്കുന്നു. സോ ദിസ് ഈസ് ദ തിങ്. സോ വാട്ട് ഐ ഹാവ് ടു ഡു റൈറ്റ് നൗ ഈസ് ലെറ്റ് മീ ഗോ ബാക്ക് ടു ദ ബാക്ക് എൻഡ് ആൻഡ് എൻ്റർ ദ പാസ്വേഡ് റൂട്ട്. ആൾറെഡി ഈ പേരിൽ ഡാറ്റാബേസ് ഞാൻ മുൻപ് വേറെ ഒരു ബാച്ചിനെ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഈ കോഡ് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പേരിൽ വാട്ട് ഈസ് ദ നെയിം ഓഫ് ദി ഡാറ്റാബേസ് വി ഹാവ് ക്രിയേറ്റഡ് ഡു യു റിമെമ്പർ? ഫാക്ടറി റിയൽ. അതുണ്ടെങ്കിൽ അത് കളയാൻ വേണ്ടിയിട്ടുള്ള കമാൻഡാണ് drop existing database by name factory real. It's okay and that command should be terminated by semicolon. അപ്പോൾ ഉണ്ടെങ്കിൽ ഇത് കളഞ്ഞു പോയി. ഇപ്പോൾ ഈ പ്രോഗ്രാം നമുക്ക് ഫ്രഷ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്ത് കറക്റ്റായിട്ട് എല്ലാ ഓപ്ഷൻസ് എക്സിക്യൂട്ട് ആവുന്നു എന്ന് നോക്കാം. ഇറ്റ്സ് ഓക്കെ. എക്സിക്യൂട്ട് ചെയ്തപ്പോൾ ഇറ്റ്സ് എ മെനു ഡ്രിവൻ പ്രോഗ്രാം ആയതുകൊണ്ട് ആദ്യം നമുക്ക് എന്ത് കാണാൻ സാധിക്കും? മെനു കാണാൻ സാധിക്കും. ഫസ്റ്റ് ടൈം ആണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഓപ്ഷനാണ് പ്രസ് ചെയ്യേണ്ടത്. ആഡ് ചെയ്യാതെ നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റില്ലല്ലോ. സോ ഫസ്റ്റ് ഓപ്ഷൻ പ്രസ് ചെയ്തു. ഹൗ മെനി റോസ് ഡു യു വാണ്ട് ടു ഇൻസേർട്ട്? 3 rows എന്ന് പറഞ്ഞു. എംപ്ലോയി ഐ ഡി, നെയിം, ഡിപ്പാർട്ട്മെൻറ്റൽ വാല്യൂ കറക്റ്റായിട്ട് എൻ്റർ ചെയ്യാം. ഡെസിഗ്നേഷന് നമുക്കിപ്പോൾ താല്പര്യമില്ല, കാരണം നമ്മുടെ ഒരു കോഡിലും ഡെസിഗ്നേഷൻ്റെ കാര്യങ്ങൾ ബേസ് ചെയ്ത് ഒന്നും ചെയ്തിട്ടില്ല. സോ സാലറി വാല്യൂ എൻ്റർ ചെയ്തു. ഡേറ്റ് ഓഫ് ബർത്ത് നമുക്ക് ഫസ്റ്റ് ഇയർ ഫോർമാറ്റാണ് 2000 12th month 21st day. ഇങ്ങനെയാണ് ഡേറ്റ് എന്ന് പറയുന്ന വാല്യൂ എൻ്റർ ചെയ്യേണ്ട ഫോർമാറ്റ്. സെക്കൻഡ് റെക്കോർഡ് എംപ്ലോയി ഐ ഡി 2 ആണ്. നെയിം ഓഫ് ദി എംപ്ലോയി, ഡിപ്പാർട്ട്മെൻറ്റ് വൺസ് അഗൈൻ സെയിൽസ് തന്നെ കൊടുക്കുന്നു. ഡെസിഗ്നേഷൻ തോന്നിയതുപോലെ കൊടുക്കാം. ദെൻ സാലറി ഇഷ്ടമുള്ള വാല്യൂ കൊടുക്കാം. ഡേറ്റ് ഓഫ് ബർത്ത് 2000 once again 12/21 same value because this is also not that much important field for us for the time being. ഇത് third record employee ID 3 ആണ്. നെയിം എൻ്റർ ചെയ്തു. ഡിപ്പാർട്ട്മെൻറ്റ് let us be a bit more careful. ഒരു ആപ്റ്റ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ് പേര് നമുക്ക് കൊടുക്കാം. ഡെസിഗ്നേഷൻ തോന്നിയതുപോലെ നമുക്ക് കൊടുക്കാം. Then salary it's up to you. Then date of birth once again I'm repeating the same value because this is not that much important for us.
വിഷ് ടു കണ്ടിന്യൂ? യെസ്. വീണ്ടും മെനു ആവർത്തിക്കപ്പെടും. ഇനി നമുക്ക് സെക്കൻഡ് ഓപ്പറേഷൻ സെർച്ച് റെക്കോർഡ്സ് ഫംഗ്ഷന് നമുക്ക് വിളിക്കാം. അപ്പോൾ ഏത് എംപ്ലോയി ഐ ഡി ആണ്? പ്ലീസ് എൻ്റർ ദ എംപ്ലോയി ഐ ഡി ടു സെർച്ച്. ഈ കോഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? സെർച്ച് ഓപ്പറേഷൻ ഏത് ബേസിസിലാണ് സെർച്ച് ചെയ്യുന്നത്? ടേബിളിൻ്റെ ഉള്ളിൽ 6 കോളംസ് ഉണ്ടെങ്കിൽ ഏത് കോളമിനെ ബേസ് ചെയ്തിട്ടാണെങ്കിലും നമുക്ക് സെർച്ച് ചെയ്യാം. പക്ഷേ ഞാനിപ്പോൾ സെർച്ച് ചെയ്യുന്നത് ബേസ്ഡ് അപ്പോൺ എംപ്ലോയി ഐ ഡി ആയതുകൊണ്ട്, ഓരോ എംപ്ലോയി ഐ ഡി ഓരോ എംപ്ലോയിക്ക് യുണീക്ക് ആയതുകൊണ്ട് ഈ സെർച്ച് ഓപ്പറേഷൻ സക്സസ് ആയാൽ ഓരോ മാത്രം ഞാൻ ഏത് എംപ്ലോയി ഐ ഡി ഇൻപുട്ടായിട്ട് എൻ്റർ ചെയ്യുന്നു, സെർച്ച് ചെയ്യാൻ വാല്യൂ എൻ്റർ ചെയ്യുന്നു, ആ വാല്യൂ മാച്ച് ആവുന്ന എംപ്ലോയി ഐ ഡി റോ മാത്രമേ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്ത് ഔട്ട്പുട്ടായിട്ട് കാണാൻ സാധിക്കും. സോ ഇപ്പോൾ ഞാൻ എംപ്ലോയി ഐ ഡി 2 എൻ്റർ ചെയ്തു. അതുള്ളത് കൊണ്ട് കണ്ടോ ആ ഒരു റോ മാത്രമേ നമുക്ക് ഔട്ട്പുട്ടായിട്ട് കാണാൻ സാധിച്ചു. സോ അത് നമുക്ക് കർസർ വേരിയബിൾ കറിൽ നിന്ന് നമ്മുടെ പ്രോഗ്രാം വേരിയബിൾ എക്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ഫെച്ച് 1 മതിയായിരുന്നു. പക്ഷേ ഫെച്ച് ഓൾ ഫംഗ്ഷനാണ് ഞാൻ ഉപയോഗിച്ചത്. ഡു യു വിഷ് ടു കണ്ടിന്യൂ ഫോർ ദ നെക്സ്റ്റ് ഓപ്പറേഷൻ? യെസ്. തേർഡ് ഓപ്പറേഷനിനെ അപ്ഡേറ്റ് നോക്കാം. നമ്മൾ എങ്ങനെയാണ് അപ്ഡേറ്റ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത്? ഡിപ്പാർട്ട്മെൻറ്റ് നെയിം ഇൻപുട്ടായിട്ട് ആക്സെപ്റ്റ് ചെയ്യുന്നു. യൂസർക്ക് ഇഷ്ടമുള്ള ഡിപ്പാർട്ട്മെൻറ്റ് നെയിം, സെയിൽസോ എന്തെങ്കിലും പറഞ്ഞാൽ ആ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന റോസ് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്ത് ആ റോസ് ആണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യേണ്ടത് കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഡിപ്പാർട്ട്മെൻറ്റ് നെയിം ഇൻപുട്ടായിട്ട് ആക്സെപ്റ്റ് ചെയ്തു. ദെൻ നെക്സ്റ്റ് ഇൻപുട്ട് എന്താണ്? യൂസറിൽ നിന്ന് ആഫ്റ്റർ ഐഡൻറ്റിഫൈങ് ദ പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റ്, ആ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നവർക്ക് എത്രയാണ് സാലറി ഇൻക്രിമെൻറ്റ് ചെയ്യേണ്ട ഈ എമൗണ്ട് ആൾസോ ഐ എം ആക്സെപ്റ്റിംഗ് ആസ് എൻ ഇൻപുട്ട്. അപ്പോൾ 2 ഇൻപുട്ട് വാല്യൂസ് ആണ് യൂസറിൽ നിന്ന് സ്വീകരിക്കുന്നത്. ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നവരാണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത്? സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന റോസ് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്ത് ആ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നവർക്ക് എത്ര ഇൻക്രിമെൻ്റ് ആണ് കൊടുക്കേണ്ടത്? 3000 rupees. ഫോർ എക്സാമ്പിൾ തൊട്ട് മുൻപിൽ എംപ്ലോയി ഐ ഡി 2 അവൻ്റെ സാലറി എന്തായിരുന്നു? 2222. ഇപ്പോൾ അവൻ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവർക്കാണല്ലോ സാലറി ഇൻക്രിമെൻറ്റ് അപ്ഡേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ബൈ ഹൗ മച്ച്? 3000. സോ ഇറ്റ്സ് കറൻറ്റ് വാല്യൂ 2222 should be updated, should be overwritten by 5222. ആ നമുക്ക് നോക്കാം കേട്ടോ. ഇതാ അപ്പോൾ നമുക്ക് 2 റോസാണ് സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നത്. ഫസ്റ്റ് എംപ്ലോയി ഐ ഡി 1 ഹീ ഈസ് വർക്കിംഗ് ഇൻ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ്. ആ റോ അപ്ഡേറ്റ് ആയി. അവൻ്റെ കണ്ടോട നമ്മൾ ഈ 2 റോസും സെയിം സാലറിയാണ് എൻ്റർ ചെയ്തത്. സോ 3000 കൂട്ടിയപ്പോൾ സെയിം എമൗണ്ട് ആണ് കാണിക്കുന്നത്. ഇറ്റ്സ് ഓക്കെ. സോ അപ്ഡേറ്റ് ഓപ്പറേഷൻ ഈസ് ആൾസോ സക്സസ്ഫുള്ളി എക്സിക്യൂട്ടഡ്. ഡു വിഷ് ടു കണ്ടിന്യൂ? യെസ്. ഫോർത്ത് ഓപ്പറേഷൻ എന്താണ്? ഡിലീറ്റ് റെക്കോർഡ്സ് അല്ലേ? ഈ ഡിലീറ്റ് ഓപ്പറേഷൻ ഞാൻ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്? യു ക്യാൻ ഡിലീറ്റ് ഇൻഫർമേഷൻ ഓഫ് ദി ടേബിൾ ബേസ്ഡ് അപ്പോൺ എംപ്ലോയി ഐ ഡി. 6 കോളംസ് ഉള്ളത് കൊണ്ട് ഏത് കോളം വാല്യൂ ബേസ് ചെയ്തിട്ടാണെങ്കിലും നമുക്ക് റോസോ സെറ്റ് ഓഫ് റോസോ അല്ലെങ്കിൽ സിംഗിൾ റോ ടേബിളിൽ നിന്ന് നമുക്ക് എടുത്ത് കളയാൻ സാധിക്കും. ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ഡിപ്പാർട്ട്മെൻറ്റ് കോളമിനെ ബേസ് ചെയ്തിട്ടാണ്. യൂസറിൽ നിന്ന് ഒരു ഡിപ്പാർട്ട്മെൻറ്റൽ വാല്യൂ ഇൻപുട്ടായിട്ട് ആക്സെപ്റ്റ് ചെയ്ത് ആ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് റോസ് ഐഡൻറ്റിഫൈ ചെയ്ത് ആ റോസ് മാത്രമേ ടേബിളിൽ നിന്ന് ഞാൻ കളയും. ഫോർ എക്സാമ്പിൾ ഇഫ് ഐ സേ സെയിൽസ്, ഞാൻ ടോട്ടലി എത്ര റോസ് എൻ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു? ആഡ് റെക്കോർഡ്സ് ഫസ്റ്റ് ഓപ്ഷൻ തിരഞ്ഞെടുത്തപ്പോൾ ടോട്ടലി ആ എം ടി ടേബിളിലേക്ക് ഫസ്റ്റ് ടൈം 3 റോസാണ് എൻ്റർ ചെയ്തത്. ഓർമ്മയുണ്ടോ? അതിലെ 2 റോസ് സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നതായിട്ടാണ് ഞാൻ ഇൻസേർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ 2 റോസും ടേബിളിൽ നിന്ന് കളഞ്ഞുപോയി. ഇപ്പോൾ ടേബിളിൻ്റെ ഉള്ളിൽ എത്ര റോസ് ബാക്കി ഉണ്ടാവും? ഒറ്റ റോ മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. ദാറ്റ് ഈസ് എംപ്ലോയി ഐ ഡി 3. സോ മൈ പ്രോഗ്രാം ഈസ് successfully executed. Thank you for giving me this opportunity. Bye bye. See you in the next class.